നോർത്ത് ഇന്ത്യക്കാർ മല്ലു എന്ന് വിളിച്ച് കളിയാക്കുമ്പോഴും നമ്മൾ മലയാളികൾ എന്നതിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതുപോലത്തെയാണ് എന്നത് കാണുമ്പോഴാണ്. 2018 എന്ന വർഷത്തിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വെള്ളപ്പൊക്കം. നമ്മുടെ പല മേജർ സിറ്റികളെയും അത് വലിയ രീതിയിൽ ബാധിച്ചു. എന്നാൽ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ പോരാടുകയും ചെയ്തു. ഒരു സർക്കാരോ മറ്റാൾക്കാരോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ആ ജീവൻ്റെ വില കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ പല ഇൻസിഡൻസും നമുക്ക് പറയാൻ കഴിയും. അവിടെയൊക്കെ മലയാളികൾ ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പോഴിതാ ശിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണ് കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെയും അർജുനെ കണ്ടുകിട്ടിയില്ല. ഇത് പറയുമ്പോൾ മലയാളികൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർത്തുന്നുണ്ട്. മലയാളികളായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ കണ്ടെത്തിയേനെ എന്ന രീതിയിൽ. അത് ശരിയാണ്. കർണാടക സർക്കാർ വലിയ രീതിയിലുള്ള വീഴ്ചകൾ അതിൽ വരുത്തി. അവർ തന്നെ പറഞ്ഞായിരുന്നല്ലോ, അതൊരു ഡ്രൈവറല്ലേ എന്ന രീതിയിൽ. അത് തന്നെയാണ് ഏറ്റവും വലിയ വിമർശനം ഉണ്ടായത്. അത്രയ്ക്കേ ഉള്ളൂ അവരുടെ ജീവൻ്റെ വില കാണുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിയാൽ മതി, പല സ്റ്റേറ്റുകളിലും മലയാളികൾ ചെയ്ത പോലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കണ്ടിട്ടില്ല. 2018 പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വലിയ അംഗീകാരങ്ങളൊക്കെ ലഭിച്ചു. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഒറ്റക്കെട്ടായിട്ട് നമ്മളൊരു ജീവന് വേണ്ടി അത് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്നതാണ് ഒരു പ്രമുഖനും പറയേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായി നമ്മൾ ഇറങ്ങുകയായിരുന്നു. ഇവിടെ പക്ഷേ അത് കണ്ടില്ല. അത് നമുക്ക് ആദ്യം മുതലേ തോന്നിയത് അങ്ങനെ തന്നെയാണ്. പല ഫെയിലിയറുകളും സംഭവിച്ചിട്ടുണ്ട്. എന്നാലും അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ മലയാളികളും, പ്രാർത്ഥനയോടെ തന്നെ. അവിടെ ഒത്തിരി പ്രൊസീജിയറുകളുണ്ട്. വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്കൊത്തിരി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും രക്ഷാപ്രവർത്തനം ഇതിലും വേഗത്തിലാക്കാമായിരുന്നു എന്നത് പലപ്പോഴും നമുക്ക് തോന്നിയ കാര്യമാണ്. ഒരാപത്തും കൂടാതെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന മലയാളികളാണ് നമ്മൾക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുമുണ്ട്. നമ്മളും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ വാർത്തകളൊന്ന് നോക്കാം. പുതിയ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയവരെ തിരയുന്നതിനായി ബൂം എക്സവേറ്റർ ശിരൂരിലേക്ക് എത്തുന്നു. നേരത്തെ ബൂം എക്സ്കവേറ്റർ വഹിച്ച വാഹനത്തിന് യന്ത്ര തകരാറ് സംഭവിച്ചിരുന്നു. ഇതൊക്കെ എങ്ങനെയാണോ എന്തോ. രാവിലത്തെ വാർത്തയാണിത്. എത്താൻ വൈകുന്തോറും ഈ വൈകലാണ് പ്രശ്നം. വൈകുന്തോറുമാണ് ഒരു ജീവൻ അത് അവിടെ ഉണ്ട്. എന്തായാലും അർജുൻ്റെ ബന്ധുക്കളും ഒക്കെ നിലവിലെ തിരച്ചിലിൽ തൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന തിരച്ചിലിൽ തൃപ്തി എന്ന് അർജുൻ്റെ ബന്ധു ജിതിൻ പറയുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസമെന്നും ജിതിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം NDR സംഘം പുഴയിൽ തന്നെയാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ അടക്കം ശിരൂരിൽ അപകടത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി NDR സംഘം പുഴയിൽ തന്നെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആദ്യം സിഗ്നലൊക്കെ കിട്ടി, മണ്ണ് തുരന്ന് തന്നെ പരിശോധിച്ചു, എന്നാൽ അവിടെ കണ്ടുകിട്ടിയില്ല. പിന്നെ മണ്ണെടുത്തിട്ട സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു, അത് നേരത്തെ പരിശോധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ വലിയ ആരോപണങ്ങളാണ് ഉണ്ടായത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ടെക്നോളജി വളർന്ന സമയത്ത് പോലും ഒരു നമ്മൾ GPS മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലൊക്കേഷൻ നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയും. ഫോണിൻ്റെ GPS വെച്ച് നമുക്ക് കാണാൻ പറ്റും. ലോറിയിൽ GPS ഉണ്ടെങ്കിൽ അതിലും വെച്ച് കാണാൻ പറ്റും. പക്ഷേ എന്നിട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്ത് ടെക്നോളജിയൊക്കെ കൊണ്ടിട്ട് എന്ത് ഗുണമെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നമ്മുടെ സാറ്റലൈറ്റിന് പോലും ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നതൊക്കെ വലിയ ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തുകൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല? ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്കൊന്നും സാധിക്കുന്നില്ല. ഒരാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താ ഇപ്പോൾ പറയുക? ടെക്നോളജി ഉണ്ടായിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. എന്തിനാണോ ഈ ടെക്നോളജി എന്നാണ് ഇപ്പം തോന്നുന്നത്. ഈ അപകട സമയത്ത് തന്നെ ടാങ്കറുകൾ ഉണ്ടായിരുന്നു. അതും വലിയ ദുരന്തമാകാനുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ 3 ടാങ്കറുകളിൽ 2 എണ്ണം കാലിയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപകട സമയത്തുണ്ടായിരുന്നത് 3 ടാങ്കറുകളാണ്. BPCLൻ്റെ 2 ടാങ്കറുകളിൽ ഇന്ധനം ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു ആശ്വാസമാണ്. HPയുടെ ടാങ്കർ നദിക്കുള്ളിൽ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ഫോടനമുണ്ടായി എന്ന അഭ്യൂഹങ്ങളെ സർക്കാർ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു, സ്ഫോടനമുണ്ടായി എന്നൊക്കെയുള്ളത്. അതൊക്കെ വ്യാജ വാർത്തയാണ്. സ്ഫോടനമൊന്നും ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയില്ലെന്നാണ് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന ആരോപണം തള്ളിയാണ് കർണാടക സർക്കാർ എത്തിയിരിക്കുന്നത്. കർണാടക ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ കർണാടക സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരമറിഞ്ഞപ്പോൾ ജില്ലാ ഭരണകൂടം ഇടപെട്ടുവെന്നും സർക്കാർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇടപെട്ടത് വൈകിപ്പോയി എന്നേ ഉള്ളൂ നമുക്കും പറയാനുള്ളത്. ഈ വൈകിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അവിടെയാണ് മലയാളികൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചതും. ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടെ അടുക്കുമ്പോഴുള്ള റിപ്പോർട്ടുകളാണ് ഇതൊക്കെ. എന്തായാലും 12 മണിക്ക് ശേഷം ബൂം എക്സ്കവേറ്റർ അപകട സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുഴയിലെ മണ്ണ് നീക്കം ഉടൻ ആരംഭിക്കുമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം പരിശോധന ആരംഭിച്ചു. NDRF സംഘം മലയ്ക്ക് മുകളിലും പരിശോധിക്കുന്നുണ്ട്. ബൂം എക്സ്കവേറ്റർ മണ്ണെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. 12 മണിക്ക് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ലഭിച്ചത് ഇങ്ങനെയാണ്. എന്തായാലും പുതിയ ഉപകരണങ്ങളൊക്കെ എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.